അപ്പൊ നമ്മുടെ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ PG ജോസഫ് സാർ കൂടി നമുക്കൊപ്പം ചേർന്നു. ജോസഫ് സാറായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്. സാറേ ഞാനൊരു 40 കൊല്ലം തികച്ചു. സാറ് 60-70 കൊല്ലമായെന്ന് എനിക്കറിയാം. അപ്പോ ഈ 40 കൊല്ലം തികഞ്ഞ വേളയിൽ ഞാൻ വിചാരിച്ച് നമ്മുടെ ഈ MDMA പോലുള്ള രാസലഹരി കേരളത്തിൽ പ്രചരിക്കാനുള്ളത്. സത്യത്തിൽ ഞങ്ങൾ രാവിലെ വിചാരിച്ചെന്നറിയോ, സാറിന്റെ വീട്ടിലേക്ക് വരിക. സാറ് മന്ത്രിയായിരിക്കുമ്പോൾ സാറ് ഞാനും കൂടെ നടക്കുമ്പോൾ സാറൊരു ചേമ്പല വെട്ടി മണ്ണിനകത്തിരുന്ന് എന്നോട് സംസാരിച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചേമ്പ് ഞാനേക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വെച്ചൂർ പശു അവിടെ ഉണ്ട് സാറേ? ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞു, കേരളത്തിലെ എല്ലാ വെച്ചൂർ പശു ഇല്ലാതായാലും തൊടുപുഴ PG ജോസഫ് സാറിന്റെ വീട്ടിൽ വെച്ചൂർ പശു കാണുമെന്ന് ഞാൻ മെനഞ്ഞാന്ന് തന്നെ മോർണിംഗ് ഷോയിൽ പറഞ്ഞായിരുന്നു. പിന്നെ സാറിന്റെ ഹിന്ദി പാട്ടും മാത്രമല്ല പശുക്കൾക്കെല്ലാം പാട്ട് കേൾക്കാം അവിടെ. ചെറിയ കാര്യമല്ലത്. അപ്പൊ സാറേ അപ്പം എനിക്കറിയാം സാറ് വിദ്യാർത്ഥിയായിരുന്നു, ഇങ്ങനെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു, ഇത്രയും കാലം കഴിഞ്ഞു. സാറിന് പോലും ഞെട്ടലുണ്ടാക്കുന്ന രീതിയിൽ ഈ 2 മാസത്തെ കണക്ക് വന്നപ്പോൾ തന്നെ 600ഓളം കുട്ടികൾ പ്രായപൂർത്തിയാകാത്തവർ ഈ രാസലഹരിക്കുമൊക്കെ അടിമകളാണ്. പെൺകുട്ടികൾ നന്നായിട്ടുണ്ട് ഇതിനകത്ത്. 30% പേര് പ്രായപൂർത്തിയാകാത്തവർ. ഈ കഴിഞ്ഞ മാസം 5000 കേസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതെ, അതിന് വലിയ വർധനമാണ്. നമ്മുടെ ക്യാമ്പസുകളിലാണ് ഇതിന്റെ കേന്ദ്രം, സ്കൂളും കോളേജും. ഇത് അവസാനിപ്പിക്കണം. ഒറ്റക്കെട്ടായി ഗവൺമെന്റ് വിചാരിച്ചാൽ മാത്രം പോരാ, സമൂഹം ഈ ലഹരിക്കും അക്രമത്തിനുമെതിരെയുള്ള മുദ്രാവാക്യവുമായി രംഗത്ത് വരണം. അതങ്ങനെ ഇത് വലിയ ടെസ്റ്റ് ചെയ്യാവുന്ന കാര്യമല്ല. മൂർഖൻ പാമ്പ് കടിച്ചാൽ എന്തെങ്കിലും പറ്റുമെന്നാലും പരീക്ഷിക്കാറുണ്ട്. അതുപോലെയാണ് മനസ്സിനെയും ശരീരത്തിനെയും നശിപ്പിക്കുന്ന ഈ വിപത്തിനെ സിന്തറ്റിക് ലഹരിയാണ്. സിന്തറ്റിക് ലഹരിയാണ്. ഒറ്റക്കെട്ടായ രംഗത്ത് വരണം. ഹ്യൂമൻ കോളേജിന്റെ ഫ്രണ്ടിലുണ്ടാവും ഞങ്ങൾ കരുതുന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ 14 ജില്ലയിൽ പോകുന്നുണ്ട് സാർ. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കേരള യാത്രയാണ്. സാറിനെയൊക്കെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുക. കാര്യം അറിയോ, ഈ 37-39 ഡിഗ്രി ചൂടില് ഞങ്ങൾ AC റൂമിൽ നിന്നാണല്ലോ ഈ വാർത്ത വായന. ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ചെറിയ പണിയല്ല. അപ്പോ ഞങ്ങൾ വിചാരിച്ചു ഈ പൊതുപ്രവർത്തകർക്ക് എങ്ങനെയാടാ ഇത്രയും ദിവസം നടക്കുന്നത് ഈ ചൂടൊക്കെ. സാറിനൊന്നും ചൂട് അത്ര പ്രശ്നമല്ലെന്ന്. എല്ലാരെയും ലഹരി എടുപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് എന്റെ. അയ്യോ, അപ്പൊ സാറിനെ വളരെ സന്തോഷം. സാറിനെ കണ്ട ഉടൻ എനിക്ക് സാറിനെ കൊണ്ട് പാടിക്കണമെന്ന് തോന്നും. പക്ഷെ എനിക്കറിയാം ഇപ്പോഴത്തെ ഒരു സാറിന്റെ ഒരു ഇത്. പക്ഷെ സാറ് വളരെ ആരോഗ്യവാനായിട്ട് തുടരും. കാര്യം പൊതുജീവിതത്തിൽ സാറിന്റെ സംശുദ്ധി ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ സാർ ഇങ്ങനെ തന്നെ തുടരും ആരോഗ്യത്തോടെ. പിന്നെ നമ്മുടെ എല്ലാ ഭാഗവും വെച്ചൂർ പശുവിന്റെ കാര്യം സാറ് മറന്നുപോയി. ഓക്കെ, അപ്പൊ സാറിന്റെ പശുക്കളും സാറിന്റെ കുടുംബവും സമാധാനമായിട്ടിരിക്കും. അപ്പൊ സാറിനെ എന്തൊക്കെയാണ് അപ്പൊ വിജയകുമാർ, യഥാർത്ഥത്തില് ഞാനൊരു ഫ്ലൈറ്റ് യാത്രയിൽ സാറിനോട് കുറച്ച് നേരം ഡൽഹിയിൽ നിന്ന് കേരളം വരെ ഉണ്ടായിരുന്നു. സാറിന് മന്ത്രിയാണ്. അപ്പൊ സാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാൽ വിതരണത്തെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഈ പാൽ ഉത്പാദനത്തെക്കുറിച്ചും പാൽ വിതരണത്തെക്കുറിച്ചും അതിന്റെ വിതരണത്തെക്കുറിച്ചുമൊക്കെ ഇത്രയും ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ വേറെയുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അറിവെല്ലാം ഒറിജിനലാണ്, പുസ്തകം വായിച്ചല്ല, ഒറിജിനൽ. പശുക്കളെ വളർത്തിയും പശുക്കളെ തീറ്റിയും പശുക്കളെ പരിപാലിച്ചും പശുക്കൾക്ക് സിനിമാ പാട്ട് കേൾപ്പിച്ചു കൊടുത്തും അങ്ങനെയുള്ള ഒരു പരിചയമുള്ള മനുഷ്യനാണ്. ബിഗ് സാല്യൂട്ട്. എല്ലാ പശുക്കൾക്കും പേരുണ്ട്. എന്റെ പേര് ഇട്ടിട്ടുണ്ട്. ഒരു മുട കാണിക്കുന്ന പശുവിന് എന്റെ പേരായിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. സാറിന്റെ ഓരോരോ തമാശകളാണ്.